ഹായ്, റീനപ്പിലൊക്കെത്താണേ. ഞാനിപ്പോൾ ഉള്ളതേ മണ്ണൂർ വളവിൽ കടലുണ്ടി പഞ്ചായത്തിലെ മണ്ണൂർ വളവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പാർക്ക് റീഹാബിലേഷൻ ക്ലിനിക്കിലാണ്. പാർക്ക് റീഹാബിലേഷൻ ക്ലിനിക്ക് ഇവിടെ കണ്ടോ, വേദനകളോട് വിട പറയാം, ആരോഗ്യത്തോടെ ജീവിക്കാം, സർജറിയോ മരുന്നോ ഇല്ലാത്ത നൂതന ചികിത്സാ രീതി. അതെന്താണെന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. വാ. നമ്മളൊന്ന് പോയി നോക്കുക. കാരണം ഇവിടെ അത് ഫിസിയോതെറാപ്പി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ഹായ്, ആളുണ്ടോ? അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഫിസിയോതെറാപ്പിസ്റ്റിനോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. പേരെന്താ? സുൽത്താന ശരി. ഞാൻ ഇവിടുത്തെ കൺസൾട്ടന്റ് ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. എത്ര വർഷമായി? ഇപ്പോ ഞാൻ പഠിച്ചിറങ്ങിയിട്ട് 3 വർഷമായി. ഇവിടെ കയറിയിട്ട് ഇപ്പൊ ഞാൻ 2 weeks ആയിട്ടുള്ളൂ. ജസ്റ്റ് സ്റ്റാർട്ടിംഗ് ആണ്. അതിന് മുന്നേ ഞാൻ രാമനാട്ടില് ഒരു പോലെ ഒരു ക്ലിനിക്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. എന്തെല്ലാം ചികിത്സാ രീതികളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്? ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ മെഷീൻസ് എന്ന് പറഞ്ഞാൽ പെയിന്, സ്വെല്ലിങ് കാരണം കൊണ്ട് വരുന്ന വേദനകൾ, കൂടുതലും മുട്ടുവേദന, പിന്നെ ഊരവേദന, ഷോൾഡർ പെയിൻ, ഇതാണ് മെയിൻ കൂടുതൽ ആളുകൾക്ക് ഇപ്പം വരുന്ന അസുഖങ്ങളാണ്. ഒന്നാമത് പ്രായം കൂടുന്നതനുസരിച്ച് നമ്മുടെ എല്ലിന് ബലക്കുറവ് വരും. അപ്പൊ വേദനകളും നീരുകെട്ടും വരും. അപ്പൊ അതിന് ചുറ്റോടുള്ള മസിൽസിനെ ബലപ്പെടുത്തണം. അപ്പൊ അതിന് എക്സസൈസുകൾ കാര്യങ്ങൾ. നിങ്ങൾ പറയണത് മരുന്ന് വേണ്ട, ഇത് മതി എന്നാണോ? മരുന്നുകൊണ്ട് അതൊരു താൽക്കാലിക ആശ്വാസമാണ്. ആ ഒരു സമയത്ത് മാത്രമേ വേദന അറിയുള്ളൂ. അതേപോലെ പിന്നെയും വേദന ഉണ്ടാവും. നമ്മൾ അതിനോണ്ട് ഒരു കാര്യമില്ല. ജസ്റ്റ് അതിന്റെ കൂടെ നമ്മൾ എക്സസൈസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. പ്ലസ് നമ്മൾ അതിന് സഹായിക്കുന്ന രീതിയിൽ വേദന കുറയ്ക്കാൻ വേണ്ടി ഇവിടെ മെഷീൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട് താൽക്കാലികമായിട്ട്. ആ മെഷീൻസ് വെച്ച് കൊടുത്താൽ മെഷീനറീസുകളും കാര്യങ്ങളും ഉണ്ട്. അൾട്രാസൗണ്ട്, ടെൻസ് പോലെയുള്ള മെഷീൻസ്. അത് വെച്ചിട്ട് നമ്മൾ വേദനകളും സ്വെല്ലിങ്ങും കുറച്ചാൽ അതിന്റെ ഒപ്പം എക്സസൈസും ചെയ്യണം. എക്സസൈസ് കൊണ്ടേ നമുക്ക് അസുഖങ്ങൾ മാറ്റിയെടുക്കാൻ കഴിയും. മരുന്നുകൾ കൊണ്ട് താൽക്കാലിക ആശ്വാസങ്ങൾ മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഈ മെഷീനൊക്കെ ഒന്ന് പരിചയപ്പെടാം അല്ലേ? അപ്പൊ ഇത് സൈക്ലിംഗ് അല്ലേ? അപ്പൊ ഇതുകൊണ്ട് നമ്മള് എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മളെ മസിലുകളൊക്കെ തന്നെ ബലം കൂടും അല്ലെ? ഇപ്പൊ ഇവിടെ നടത്തൊക്കെ കുറവാണല്ലോ. അപ്പൊ യാത്രകള് ഒക്കെ വാഹനത്തിലായിട്ട്. അപ്പൊ അതുകൊണ്ടുള്ളതാണ് നമുക്ക് ഒരു സ്റ്റാറ്റിക് സൈക്ലിംഗ് ആണ്. നമ്മള് നിന്നുകൊണ്ട് ഇവിടെ ജസ്റ്റ് സൈക്കിൾ മൂവ് ചെയ്യില്ല, ജസ്റ്റ് കാലിന് മാത്രം മസിൽസ് ബലപ്പെടുത്താനാണ്. കാണിക്കാൻ പറ്റുമോ? ഓക്കെ. നമുക്കിത് കൈക്ക് അതേപോലെ ജസ്റ്റ് ഒരു ഇത് മൂവ്മെന്റ് കൊടുക്കാം. അല്ല കൈ ഇല്ലാണ്ട് നമുക്ക് കാലിന് മാത്രം ചെയ്യാനും പറ്റും അല്ലേ? ഇതിന് നമുക്ക് സ്പീഡ് ലിമിറ്റ് വെച്ചിട്ട് ചില ആളുകൾക്ക് നല്ല മൂവ്മെന്റ്സ് കിട്ടണമെന്നില്ല. നമ്മൾക്കിപ്പോ കുഴപ്പമില്ലാത്തതുകൊണ്ടാണ് ചില ആൾക്കാർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാവും. എക്സസൈസുകൾ കാര്യങ്ങൾ വെച്ചിട്ട് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടാണ് നമ്മൾ സൈക്ലിങ്ങും കാര്യങ്ങളും ചെയ്യുന്നത്. ഇത് എന്താ? ഇത് ഷോൾഡർ പുള്ളി എന്നാണ് പറയാം. ജസ്റ്റ് നമ്മൾ ഷോൾഡർ പെയിൻ ഉള്ള ആളുകൾക്ക് ജസ്റ്റ് എക്സസൈസ് കൊടുക്കുന്നതാണ്. നമുക്ക് വലിക്കുക, ജസ്റ്റ് ഷോൾഡറിന് പുള്ളിയായിട്ട് കൊടുക്കുന്നതാണ്. അത് നല്ല പെയിനും കാര്യങ്ങളും ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നതാണ്. ഷോൾഡർ വീല്, ഷോൾഡർ പുള്ളി, പിന്നെ ഷോൾഡർ ലാഡർ, ഷോൾഡർ പെയിൻ, PA ഷോൾഡർ പോലുള്ള കണ്ടീഷൻസ്, ഷോൾഡർ പെയിൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ചെയ്തതാണ് ഷോൾഡർ പുള്ളി. ഇതുപോലെ നടക്കുന്നത് കുറെ കുട്ടികൾക്കും കൊടുക്കും. നമുക്ക് CP പോലുള്ള കുട്ടികൾ, പിന്നെ അതേപോലെ നടത്തത്തിന് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ ട്രെഡ്മിൽ എന്നാണ് പറയാം. ജസ്റ്റ് ജോഗിങ്, വാക്കിങ് കാര്യങ്ങളൊക്കെ വീടുകളിലും ഇപ്പൊ അത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊരു മൾട്ടി ജിം സെറ്റപ്പ് ആണ്. നമുക്ക് ഷോൾഡറിന് കൊടുക്കും. ഇത് ഷോൾഡറിനാണ്. ഇത് രണ്ടും ഷോൾഡർ എക്സസൈസിന് കൊടുക്കുന്നതാണ്. ഇത് നമ്മൾ മുട്ടുവേദനക്കാണ്. അതൊരു ഇത്തിരി വെയിറ്റ് ഇട്ടിട്ടാണ് കൊടുക്കുക. അപ്പൊ നമ്മൾ ആദ്യം വെയിറ്റ് ഇല്ലാണ്ട് എക്സസൈസ് ചെയ്തിട്ട് ഒരു അഡ്വാൻസ് സ്റ്റേജിൽ നമുക്ക് ഇത് കൊടുക്കാം. നമ്മളിന് പിന്നെ ഇത് പ്രാക്ടീസ് ഉള്ള ആള് വേണ്ടേ ഇത് ചെയ്യാൻ? അല്ല, നമുക്ക് ഏകദേശം ഇതിനെ പറ്റി ഒരു ഐഡിയ ഉണ്ട്. ഞാൻ മുന്നേ വർക്ക് ചെയ്തിരുന്ന ഒരു ജിം പ്ലസ് ക്ലിനിക്കിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. അവര് ജസ്റ്റ് നമുക്ക് അധികം അതിനനുസരിച്ച് ചെയ്താൽ മതി. അതൊരു പ്രശ്നമായിട്ട്. പിന്നെ നമ്മള് ഇപ്പൊ ഇവിടെ പേഷ്യന്റ് ഉണ്ടോ? ഇവിടെ 2 പേഷ്യൻസ് ഉണ്ട്. മുട്ടുവേദനയായിട്ട് വന്നതാണ്. അതില് ചില ആൾക്കാർക്ക് അതിനു മുന്നേ ഊരവേദനയും ബുദ്ധിമുട്ടുകളും കാരണം ഫിസിയോ ചെയ്തിട്ട് മാറ്റം വന്നിട്ട് പിന്നെ മുട്ടുവേദനയായിട്ട് വന്നിട്ട് ആൾക്കാരാണ് ചെയ്യുന്നത്. നമുക്ക് അവരെ ചെയ്തുകൊണ്ടിരിക്കല്ലേ? കുഴപ്പമില്ലല്ലോ? ഇല്ല. അപ്പൊ എന്താണ് ചെയ്തുകൊണ്ടിരിക്കണോ? എത്രയായി തുടങ്ങിയിട്ട്?
അതെനിക്ക് കാലിന്റെ രക്തോടാതെ പ്രശ്നമായിട്ട് കുറെ കിടപ്പിൽ ഭയങ്കര തീരെ വയ്യായിരുന്നു. കുറെ മരുന്ന് കഴിച്ച്. ഒന്ന് ചാരി ഇരിക്കാൻ പറ്റുമോ? ഓക്കെ, ഒന്ന് ചാരി ഇരുന്നാല്. എന്നിട്ട് എനിക്ക് കാലിലൂടെ ബ്ലോക്ക് ആയിട്ട് നടക്കാൻ വയ്യാതെ ഭയങ്കര കുഴിയെ കെട്ടി തൂക്കി കിടക്കായിരുന്നു. കുറെ മരുന്ന് കഴിച്ച് നട്ടലിന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് ചെയ്തിട്ടില്ല. പിന്നെ ഡോക്ടർ അവസാനം പറഞ്ഞ് ഫിസിയോതെറാപ്പി ചെയ്യാൻ. പിന്നെ ഫിസിയോതെറാപ്പി 15 ദിവസം ചെയ്ത് 15 ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ നടത്താനായി. നല്ല സമാധാനം. ഇവിടെ ഫിസിയോതെറാപ്പി ചെയ്തപ്പോ ഞാൻ നടന്നു. പക്ഷെ ഇതിലാണ്ട് മാറി. എനിക്ക് വീണ്ടും മുട്ടില് പോകാൻ പ്രശ്നം വന്നു. മുട്ടുവേദന, തേയ്മാനുണ്ട്. പിന്നെ ഉള്ളിലെ വാഷറിൽ കുറച്ചൊരു പൊട്ടുണ്ട് പറഞ്ഞു. അപ്പൊ അതിനും കുറെ മരുന്ന് കഴിച്ചു. കാലിന്റെ നീരൊക്കെ എടുത്ത് എന്നിട്ട് മാറ്റം. നീര് കുത്തിയെടുത്തോ? നല്ല വേദനയല്ലേ? പക്ഷെ ഇപ്പൊ പിന്നെ ആ ഡോക്ടർ ഇപ്പൊ വീണ്ടും പറഞ്ഞ് ഫിസിയോതെറാപ്പി ചെയ്തോണ്ടാണ്. വീണ്ടും ഫിസിയോതെറാപ്പി ചെയ്യാൻ. എങ്ങനെ ഇപ്പൊ ചെയ്യാൻ തുടങ്ങിയപ്പോ? ഇപ്പൊ കുറവുണ്ട്. പക്ഷെ അന്ന് ശരിക്കും പറയാൻ എനിക്ക് ഫിസിയോതെറാപ്പിയിലാണ് ഞാൻ നടന്നത്. ഞാൻ എല്ലാരോടും പറയും. കുറിച്ചിട്ടല്ല ഞാൻ നടന്നത്. അത്രയും വയ്യാത്തൊരവസ്ഥ. അതായത് ഇപ്പൊ എല്ലാവർക്കും, എനിക്കുണ്ട് കേട്ടോ മുട്ടുവേദന. ഞാൻ ഇവിടെ ഫിസിയോതെറാപ്പി ചെയ്യാൻ വന്നേ. അപ്പൊ എനിക്ക് ഇതേപോലെ കാലിന് രക്തോട്ടത്തിന്റെ പ്രശ്നം ഉണ്ടായത്. അപ്പൊ എനിക്കും സുഖമായിട്ട് തോന്നിയിട്ടുള്ളതാണ്. പിന്നെ അതെ, അപ്പൊ ഞാൻ ആ സമയത്തെ വിചാരിക്കുന്നുണ്ട് ഇത് ആളുകളോട് പറയണം. പിന്നെ ഇപ്പൊ എല്ലാ വീടുകളിൽ പോയി ചെയ്യാനുണ്ട് അല്ലെ? വീട്ടിൽ കിടപ്പ് രോഗികളായാല് അവരെടുത്ത് അവിടെ പോയി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഇപ്പൊ നമ്മുടെ മണ്ണൂർ വളവിൽ ഇങ്ങനെ വേറൊരു സ്ഥാപനം ഇല്ല തോന്നുന്നു അല്ലേ? ഇല്ല, ഇവിടെ ഈ ഭാഗത്തില്ല. ഇല്ലല്ലോ. അപ്പൊ കടലുണ്ടി ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ല, കടലുണ്ടി ഇല്ല. ഞങ്ങൾക്ക് ഇപ്പൊ അവിടേക്കൊക്കെ ഹോം കെയറിന് ഞങ്ങൾ പോകാം. അങ്ങോട്ട് പോകലോ അല്ലെ? അതായത് കടലുണ്ടി പഞ്ചായത്തിൽ പാകെ ഈ ഒരു സ്ഥാപനം ഉള്ളൂന്നാണ് തോന്നുന്നത് അല്ലേ? ഞാനും അവിടെ പോയിട്ട് ഹോം കെയർ ഒക്കെ ചെയ്തിട്ടുണ്ട്. കടലുണ്ടിയൊക്കെ വെച്ച് പോയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് നമ്മൾ മറ്റുള്ള ആളുകൾക്ക് ഒരു സന്ദേശമാണ് നമ്മൾ കൊടുക്കുന്നത്. ഒരുപാട് മരുന്ന് കഴിച്ചിട്ട് നമുക്ക് അസുഖം മാറാതെ നിൽക്കണ സമയത്താണ് നമ്മൾ ഇവിടേക്ക് എത്തിപ്പെടുന്നത് അല്ലേ? നമ്മൾ വേദനയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് മരുന്ന് കഴിക്കും. പക്ഷെ അത് മാറില്ല. താൽക്കാലിക ഒരു ആശ്വാസം ഉണ്ടാവും അല്ലേ? പക്ഷെ വേദന വന്നതിന്റെ ഇടയിൽ വീണ്ടും ഞാൻ മരുന്ന് ഡോക്ടറെ കാണിക്കാൻ പോകുന്നത് ഹസ്ബൻഡ് ഡോക്ടറെ കാണിക്കാൻ വേണ്ട പറഞ്ഞിട്ട് വീണ്ടും ഫിസിയോതെറാപ്പി ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഞാൻ നടക്കും. പ്രശ്നം മാറി. അപ്പൊ ആളുകള് മുട്ടുവേദനയും പിന്നെ കൈക്കാൽ തരിപ്പും ഒക്കെ ഉള്ള ആളുകൾ അല്ലെ അധികം ഇവിടെ വന്നിട്ട് വേണം ഇത് ചെയ്യണം അല്ലെ? ഫിസിയോതെറാപ്പി ചെയ്യണം. നിങ്ങൾ അതാണല്ലോ ആളുകളോട് പറയാനുള്ളത് അല്ലെ? നിങ്ങൾക്ക് അതല്ലേ പറയാനുള്ളത്? ആണ് എന്നുള്ളത്. അതെ. അപ്പൊ ഇതിപ്പം ഈ ഒരു പിന്നെ ഇതിലേക്ക് വരുമ്പോ ഇപ്പൊ അടുത്ത ഇതില് ബെഡില് വേറൊരു ആൾ, പക്ഷെ അവർക്ക് മുഖം കാണിക്കാൻ അവർക്ക് ഇതില്ല. അവരെന്താണ് പിന്നെ അവര് അസുഖം എന്തായിരുന്നു? അവർക്ക് മുട്ടുവേദനയായിട്ട് തന്നെ വന്നതാണ്. 2 കാലിന് മുട്ടുവേദന ഉണ്ട്. തേയ്മാനത്തിന് അവര് പറഞ്ഞല്ലോ വീൽ ചെയറിലായിരുന്നു. അത് മുമ്പ് അവർക്ക് ഉരവേദനയായിട്ട് ഒരു കുറച്ച് വീൽ ചെയറിലൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് തീരെ നടക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. മുന്നേ ഫിസിയോതെറാപ്പി ചെയ്തിട്ടാണ് മാറ്റം വന്നത്. ഇപ്പൊ 2 മുട്ടുവേദനയായിട്ടാണ് വന്നത്. അവർക്ക് പക്ഷെ ഒരു പറയുന്ന എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് എനിക്ക് നല്ല സുഖമുണ്ട്. എനിക്ക് അതൊരു ബുദ്ധിമുട്ടില്ല. മെഷീൻസ് വെച്ചിട്ടുണ്ട്. ആ മെഷീൻസിന്റെ അവിടേക്ക് സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല. അത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. കാരണം അതിൽ വെയിറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സ്റ്റേജിലേക്ക് എത്തിയില്ല. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ വെയിറ്റ് ഇല്ലാണ്ട് ചെയ്തിട്ട് പിന്നീടാണ് വെയിറ്റ് ഉള്ള മെഷീൻസിലേക്ക് കൊടുത്തിരിക്കുക. അപ്പൊ അവർക്ക് ആ ഒരു സ്റ്റാർട്ടിങ് എക്സസൈസ് കൊടുത്തിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തപ്പോ തന്നെ അവർക്ക് കുറെ സുഖം തോന്നുന്നുണ്ട്. നടക്കുന്നതിലും മുട്ടുവേദനയിലും ഒക്കെ കുറെ സുഖം ഉണ്ടെന്ന് തോന്നിയിട്ടാണ് അവർ പിന്നീട് ഇങ്ങോട്ടേക്ക് വന്നത്. ഒരു ഇവിടെ അല്ല, കുറച്ച് ദൂരത്താണ്. ഓരോ എത്തിപ്പെടാൻ കഴിയാത്തത് കൊണ്ടാണ് 2 ദിവസമായിട്ട് ഗ്യാപ്പ് എടുത്തിരുന്നു. ഇപ്പൊ അത് വന്നിട്ടുണ്ട്. അതെ, അങ്ങനെ. അപ്പൊ ഇവിടെ ഇപ്പൊ കൂടുതൽ പേഷ്യൻസ് വരുന്നുണ്ടോ? വരുന്നുണ്ട്. വീടുകളിൽ പോയി ചെയ്യണതാണ് കൂടുതലുണ്ട് തോന്നുന്നത്. വീടുകളിൽ പോയി ചെയ്യുന്നത് അങ്ങനെ ആളുകൾ പറയണത്. വീടുകളിൽ പോയി ചെയ്യുന്ന കുറെ കേസുണ്ട്. നമുക്ക് കുറെ പേർക്ക് യാത്ര ചെയ്ത് ബുദ്ധിമുട്ട് കിടപ്പിലായിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വന്ന് ചെയ്യാൻ കഴിയാത്ത ആൾക്കാർക്കാണെങ്കിൽ നമ്മൾ അവിടെ തന്നെ പോയി ചെയ്ത് കൊടുക്കേണ്ടി വരും. അവർക്ക് ഇപ്പൊ എന്തായാലും ഫിസിയോ കുറെ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ചു കാലം ചെയ്താൽ തന്നെ മാറ്റിയെടുക്കാൻ നടക്കുള്ളൂ. ചിലപ്പോ നടക്കാൻ കഴിയാത്തവരും ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ട്. പക്ഷെ അത് പിന്നീട് നല്ല രീതിയിൽ വരുന്ന ആളുകൾക്ക് പിന്നെ ഫിസിയോതെറാപ്പി കൂടെ കുറെ മാറ്റങ്ങൾ വരുന്നില്ലേ? സ്ട്രോക്കിന് നമ്മുടെ മെയിൻ കേസ് തന്നെ ഫസ്റ്റ് ഇപ്പോഴാണ് മുട്ടുവേദനക്ക് ഇതിനൊക്കെ ഫിസിയോ ആളുകൾ അറിഞ്ഞു തുടങ്ങിയത്. പണ്ട് പക്ഷെ സ്ട്രോക്കിന് മാത്രമായിരുന്നു ചെയ്തിരുന്നത്. അത് കുറെ പേർക്ക് ചെയ്തിട്ട് നടന്ന ആൾക്കാർ കുറെ ഉണ്ട്. എന്നുവെച്ചാൽ അത്രയും കുഴഞ്ഞ ആൾക്കാർക്ക് നമ്മൾ എക്സസൈസ് ചെയ്തിട്ട് നടന്നിട്ടുണ്ട്. ഇവിടെ ഒരു കേസ് വരാറുണ്ട് വൈകിട്ട്. ഒരു നല്ലോണം തളർന്ന കേസായിരുന്നു. പക്ഷെ ഇപ്പം എക്സസൈസ് ചെയ്തിട്ട് കുറച്ച് പിടിച്ച് നടക്കാനുള്ള ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് അല്ലേ? ഒരു സന്തോഷമാണ്. പിന്നെ ഇവിടെ ഇപ്പൊ എന്തോ ഒരു ക്ലാസ് നടക്കുന്നുണ്ട്. സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ക്ലാസ് ആണ്. സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ക്ലാസ്. അത് എങ്ങനെ അവിടെ സാറുണ്ടോ? അപ്പോഴേ
ഇവിടെ സൈക്കോളജിസ്റ്റ് ഉണ്ട്, നമുക്ക് അവരുമായിട്ടൊന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം, എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് വിശദമായിട്ട് ചോദിക്കാം. സാറേ നമസ്കാരം. എന്താണ് പേര്? പ്രവീണ. ഇവിടെ ഇവിടെ എങ്ങനെയാണ് എന്തെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് പറഞ്ഞാൽ ഒന്ന് ഈ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക്, അതേപോലെ ഇപ്പം ലേണിംഗ് ഡിസബിലിറ്റി. ഭിന്നശേഷി എന്ന് പറയുമ്പോൾ ഭിന്നശേഷി പറഞ്ഞാൽ ഇപ്പൊ നമ്മള് ഇന്റലക്ച്വൽ ആയിട്ടുള്ള ആണ് നമ്മൾ കൂടുതൽ ഇവിടെ നോക്കുന്നത്. ID, ഇന്റലക്ച്വൽ ഡിസബിലിറ്റി, അതേപോലെ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സ് എന്ന് പറയും, ASD, അതേപോലെ തന്നെ ADHD എന്ന് പറയും, അടങ്ങിയിരിക്കാൻ പറ്റാത്ത കുട്ടികളൊക്കെ ഉണ്ടാവില്ല, അതേപോലെ അറ്റൻഷൻ ഇല്ലാത്ത, അപ്പം പഠനത്തിലൊക്കെ പിന്നോട്ടേക്ക് പോകുന്നത്, അതേപോലെ ലേണിംഗ് ഡിസബിലിറ്റി, പഠന വൈകല്യമുള്ള കുട്ടികൾ, ഇങ്ങനെയുള്ള കുട്ടികൾക്കുള്ള തെറാപ്പികൾ ആണ് ഇവിടെ നമ്മൾ കൊടുക്കുന്നത്. അതിൽ തന്നെ നമ്മൾ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഉണ്ട്, പിന്നെ ബിഹേവിയർ അനലിസ്റ്റ് ഉണ്ട്. ഞാൻ ബിഹേവിയർ അനലിസ്റ്റ് ആണ്, സൈക്കോളജിസ്റ്റ് ആണ്, ബിഹേവിയർ അനലിസ്റ്റ് ആണ്. പിന്നെ നമുക്കൊരു റിഹാബിലിറ്റേഷൻ സൈക്കോളജിസ്റ്റ് ഉണ്ട്, RCA ലൈസൻസ് ആയിട്ടുള്ള. പിന്നെ നമ്മൾ അതിന്റെ കൂടെ തന്നെ ഒക്യുപേഷണൽ തെറാപ്പി ചെയ്യുന്നുണ്ട്, ഫിസിയോതെറാപ്പി ആവശ്യമുള്ളവർക്ക് ഫിസിയോതെറാപ്പി കൊടുക്കുന്നു. അപ്പൊ പിന്നെ ഇതിന്റെ ഒരു ഇതുണ്ടാവില്ലേ, കാരണം ഇങ്ങനെയുള്ള ഇപ്പൊ ഈ പഠന വൈകല്യമുള്ള കുട്ടികളുണ്ടല്ലോ, അപ്പൊ സാറിന്റെ അഭിപ്രായത്തില് ഈ കൗൺസിലിംഗ് ഒക്കെ നടക്കുമ്പോ അവരുടെ ഒരു പിന്നെ മുന്നോട്ടുള്ളത് എന്തായിട്ടാണ് തോന്നിയിട്ടുള്ളത്? അതായത് നമ്മള് ശരിക്കും നമ്മൾ ഇതിനൊരു തെറാപ്പി രൂപത്തിൽ തന്നെയാണ് നമ്മൾ പോവുക, കൗൺസിലിംഗ് അല്ല. ശരിക്കും കൗൺസിലിംഗ് ആണ്, ശരിക്കും കൗൺസിലിംഗ് അല്ല. നമ്മൾ ആദ്യം അവരുടെ അസസ്മെന്റ് ആണ് എടുക്കുക, അവർക്ക് പഠന വൈകല്യം ഉണ്ടോ, ഏത് തരത്തിലുള്ള പഠന വൈകല്യമാണ്. അപ്പൊ അതില് ഡിസ്ലെക്സിയ, ഡിസ്കാൽക്കുലിയ, ഡിസ്ഗ്രാഫിയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ട്. പിന്നെ ഇത് കൂടാതെയുള്ള അവർക്ക് ചില മനസ്സിലാക്കുന്നതിലുള്ള ചില വ്യത്യാസമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ചിലർക്ക് പഠനം നടത്തുന്ന രീതി വ്യത്യാസമുണ്ട്, കേട്ടിട്ട് മനസ്സിലാകുന്നവരുണ്ടോ, അതേപോലെ തന്നെ ഈ കണ്ട് മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ടോ, ചിലർക്ക് വായിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഇത് തന്നെ നമ്മൾ ഈ ADHD ഉള്ള കുട്ടികളിൽ കുറച്ച് അവരിൽ പഠന വൈകല്യമല്ല, പക്ഷെ അവർക്ക് അറ്റൻഷൻ ഇല്ലാത്തതുകൊണ്ട് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്തൊരു. അതേപോലെ ID കുട്ടികളുണ്ട്, എന്തുകൊണ്ടാണ് വരുന്നത് അത് അതിന്റെ അറ്റൻഷൻ ഇല്ലാത്ത അത് കൃത്യമായൊരു കാരണം ഇതുവരെ സയൻസിന് കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ ചില കാരണങ്ങൾ പറയുന്നത് നമ്മൾ പ്രീ ഫ്രണ്ടൽ കോർട്ടക്സിലെ തലച്ചോറിന്റെ ചില ഭാഗങ്ങളിലെ മെറ്റബോളിക് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ അത് ഈ അങ്ങനത്തെ കുട്ടികൾ നമ്മൾ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ പലർക്കും ഈ ഡെലിവറിയിൽ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ്, അങ്ങനെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവാറുണ്ട്. പക്ഷെ നമുക്ക് സയന്റിഫിക് ആയിട്ട് കൃത്യമായ കാരണം അതിന് പറയാൻ ബുദ്ധിമുട്ടാണ്. പൊതുവെ സയൻസിൽ അങ്ങനെ ഒരു കണ്ടെത്തലില്ല എന്താണെന്നുള്ളത്. പക്ഷെ നമ്മൾ ഹിസ്റ്ററി നോക്കുമ്പോൾ ഒന്നുമില്ല, അവർക്ക് പിന്നെ ജനറ്റിക് ആയിട്ടുള്ള ഉണ്ടാവും, ഏതെങ്കിലും പാരന്റ്സിനോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനോ ഒക്കെ ഇതേപോലെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡെലിവറിയിൽ കോംപ്ലിക്കേഷൻ ഉണ്ടാവുന്നത്, അമ്മ പ്രഗ്നൻസി സമയത്ത് അമ്മ അനുഭവിച്ച സ്ട്രെസ്, അല്ലെങ്കിൽ ഘടകമായിട്ട് അത് കാണുന്നത് പൊതുവെ നമ്മൾ ഹിസ്റ്ററി എടുക്കുമ്പോഴൊക്കെ അങ്ങനെയാണ് കാണുന്നത് അല്ലേ? അങ്ങനത്തെ കുട്ടികളെ ഇപ്പൊ ഇവിടുത്തെ പരിശീലനത്തിലൂടെ സാറിന് മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു, നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് ഈ കണ്ടീഷൻ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റില്ല, പക്ഷെ മാനേജബിൾ ആണ്. ഇത് ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സിൽ പെടുന്നത് കംപ്ലീറ്റ്ലി മാറ്റാൻ പറ്റൂല. അങ്ങനെ പറ്റുന്ന നമ്മളെ ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് പ്രകാരം അങ്ങനെ ഒരു രോഗം മാറ്റാൻ പറ്റും എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പൊ പക്ഷെ ശരിക്കും നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇതില് മാനേജ് ചെയ്യാൻ പറ്റും. അതിലിപ്പോ അവരുടെ ബിഹേവിയറൽ ഇഷ്യൂസ് ഒക്കെ നമുക്ക് ബിഹേവിയർ തെറാപ്പി കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റും. എന്നാലും കുറെ മാറ്റങ്ങൾ വരും. അങ്ങനത്തെ വീട്ടിലെ അമ്മമാർക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. അപ്പൊ അവർക്ക് കുറെയൊക്കെ ഒരു ആശ്വാസം പകരുന്ന ഒരു ചികിത്സാ രീതിയും കൂടിയാണ് ഇത്. പിന്നെ അതിൽ നമ്മൾ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കൊടുക്കും. അപ്പൊ കുട്ടിയെ അസസ് ചെയ്യും, കുട്ടിയുടെ IQ നോക്കും. അപ്പൊ IQ ഇപ്പം ഒരു 4ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ അത്രത്തോളം പിന്നെ മെന്റലൈസ് ഇല്ലെങ്കിൽ അവൻ എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പൊ ഒരു 1ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയുടെ IQ ഉള്ളെങ്കിൽ 1ാം ക്ലാസ്സിൽ തൊട്ടിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അവിടെ നിന്നാണ് കുട്ടിയുടെ പഠനം സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അവന് അക്ഷരങ്ങൾ അറിയില്ല, അക്ഷരം പഠിപ്പിക്കണം. ഇനി അക്ഷരങ്ങൾ അറിയാം, പക്ഷെ അക്ഷരം എങ്ങനെ ജോയിൻ ചെയ്തിട്ട് ഉപയോഗിക്കണം, അതുമാതിരി അതിന്റെ ദീർഘങ്ങൾ എവിടെ ഉപയോഗിക്കണം, ചില്ലക്ഷരങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം, ഇതൊന്നും അറിയില്ലെങ്കിൽ പഠന ക്ലാസ് തന്നെ ഇവിടെ പഠന ക്ലാസ് ആണ്.
അപ്പൊ അത് പക്ഷേ ബേസ് എവിടെ നിന്നാണോ എന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് അതിന്റെ കൂടെ അറ്റൻഷൻ കുറവുള്ള കുട്ടികൾക്ക് അറ്റൻഷൻ കൂട്ടാനുള്ള ട്രെയിനിങ് നമ്മൾ കൊടുക്കും. പക്ഷെ അത് ആളുകൾ മനസ്സിലാക്കുന്നുണ്ടോ? എന്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് എന്ന് ആളുകൾ മനസ്സിലാക്കിയിട്ട് കൊണ്ടുവരുന്നുണ്ടോ? അങ്ങനെയുള്ള വളരെ ചുരുക്കം ആൾക്കാരുണ്ട് മനസ്സിലാക്കി കൊണ്ടുവരുന്നത്. അവരാകുമ്പോൾ നമ്മളുടെ തെറാപ്പിയൊക്കെ കണ്ടിന്യൂ ചെയ്യും, ആ സമയം വരെയൊക്കെ ചെയ്യും. വളരെ അധികം ആൾക്കാരും കുട്ടിക്ക് നമ്മൾ കണ്ടുവരുന്നത് പ്രവണത കുട്ടികൾക്ക് പ്രശ്നങ്ങൾ ഇല്ലാതെ വരുത്തി തീർക്കാനാണ്. കുട്ടിക്ക് ഒരു പ്രശ്നം ഇല്ലാന്ന് പറയാനാണല്ലോ ഞാൻ ആഗ്രഹിക്കുന്നത്, അതിലേക്ക് വരുന്നത്. പിന്നെ ഞാൻ തന്നെ പല സ്ഥലങ്ങളിലും പോകുന്നുണ്ട്. ഒരു ക്ലിനിക്ക് മാത്രമല്ല, വേറെ ക്ലിനിക്ക് സ്കൂളുകളിൽ നമുക്ക് ക്യാമ്പുകൾ വെക്കാറുണ്ട്. അപ്പം പലപ്പോഴും നമ്മൾ സൗജന്യമായിട്ടുള്ള ക്യാമ്പ് വെക്കുക. അതിൽ പല ആൾക്കാരും വരും. കുട്ടിക്ക് പഠനത്തിൽ പിന്നോട്ടുണ്ടാവും. അപ്പം പക്ഷെ ഇത് ഇങ്ങനെ ഒരു കണ്ടീഷനാണ്, ഇത് തെറാപ്പി വേണം അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഇന്റർവെൻഷൻ വേണമെന്ന് പറയുമ്പോൾ അവര് പിന്നോട്ടേക്ക് പോകും. അധികം ആൾക്കാരും ശരിക്കും അവിടുന്ന് തുടങ്ങണം അല്ലേ? അവിടെ തുടങ്ങണം. അത് ഏർലി ഇന്റർവെൻഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എത്രയും ചെറുപ്പത്തിൽ സ്റ്റാർട്ട് ചെയ്യാം അത്രയും നല്ലതാണ്, അത്രയും ഡെവലപ്മെന്റ് ഉണ്ട്. ഇത് കുട്ടികളിലാണെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഡെവലപ്പ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ ഇന്റർവെൻഷൻ കൊടുക്കുന്നതും ഡെവലപ്മെന്റ് സ്റ്റേജിൽ കൊടുക്കുന്നതും തമ്മിൽ വളരെ വ്യത്യാസം. പിന്നെ അതേപോലെ ഇമ്പോർട്ടന്റ് ആണ് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കേണ്ടത്. നമ്മള് ബ്രെയിനില് പിന്നെ ഇതൊക്കെ ഒന്ന് പഠിച്ചു വരണമെങ്കിൽ ന്യൂറൽ കണക്ഷൻസ് ചേഞ്ചസ് വരണം. ഓൾറെഡി ഉള്ള ന്യൂറൽ കണക്ഷൻസ് മാറിയിട്ട് പുതിയ ന്യൂറൽ കണക്ഷൻസ് ആയി വരണം. അപ്പൊ അതിനൊരു സമയമുണ്ട്. 6 months അല്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇന്റർവെൻഷൻ കൊടുക്കണം. അപ്പോഴേ വലിയ റിലാക്സ് ആവും, തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് ഉണ്ടാവും. അതാണ് നമുക്ക് പലരും ബോധ്യപ്പെടുത്താനുള്ള ഒരു വളരെ ബുദ്ധിമുട്ടുള്ള ഒരു. പല ആളുകളും പറയുന്ന കേട്ടിട്ടുണ്ട്, എന്നെ കുട്ടിയെ ഒരു ഭാഗത്ത് അടങ്ങിയിരിക്കൂല എന്നുള്ള. അങ്ങനെയാണല്ലോ നമ്മളൊരു ഭാഷയിൽ പറയുമ്പോൾ അടങ്ങിയിരിക്കൂല, എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക. അത് വീട്ടുകാർക്ക് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പൊ അതും ഈ പഠന വൈകല്യം തമ്മിൽ ഒരു ബന്ധമുണ്ടല്ലോ. പഠിക്കാൻ ആ കുട്ടിക്ക് വലിയ ഇൻട്രസ്റ്റ് കാണുമല്ലോ, പക്ഷെ അതിലും കൂടുതൽ IQ കൂടുന്ന കുട്ടികളും ഇല്ലേ? കൂടുതലുള്ള IQ-ന് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഈ പറഞ്ഞ പോലെ ADHD ഒരു സിംറ്റം ആണ് അത് പറയുന്നത്. പക്ഷെ എല്ലാ കുട്ടികളും ഇങ്ങനെ അടങ്ങിയിരിക്കാത്ത കുട്ടികളൊക്കെ ADHD ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അത് പ്രായത്തിനെയാണ്. നമുക്കൊരു 5, 6, 7 വയസ്സൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ അവർക്ക് സാധാരണ കുറഞ്ഞു, എന്നിട്ട് അത് കുറയുന്നില്ല, വീണ്ടും കണ്ടിന്യൂ ചെയ്യുക. അതേപോലെ അറ്റൻഷൻ പ്രോബ്ലം ഉണ്ട്. അവർക്ക് അടങ്ങിയിരുന്നിട്ട് ഒരു കാര്യം ശ്രദ്ധിച്ച് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു മാത്സ് കൊടുത്താൽ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ശ്രദ്ധ വേണ്ട ടാസ്കുകൾ അവർക്ക് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് ഇത് നമുക്കൊരു ബുദ്ധിമുട്ടായി തോന്നുന്നത്. അതേപോലെ തന്നെ ഇത് മൾട്ടിപ്പിൾ സെറ്റിംഗ്സിൽ ആവർത്തിക്കണം. നിങ്ങൾ വീട്ടിൽ നിന്ന് മാത്രം കുട്ടി പഠിക്കുന്നില്ല, കുട്ടി അടങ്ങിയിരിക്കുന്നില്ല, സ്കൂളിൽ പോയിട്ട് അടങ്ങിയിരിക്കുന്നുണ്ട്, സോഷ്യൽ സെറ്റിംഗ്സിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. അപ്പൊ അത് കുട്ടിക്ക് ഒരു ഡിസബിലിറ്റി ആയിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ഈ മൾട്ടിപ്പിൾ സെറ്റിംഗ്സിൽ ഒരേപോലെ ആവർത്തിക്കുമ്പോഴാണ് നമ്മൾ ഡിസബിലിറ്റി ആയിട്ട് അത് കാണുന്നത്. മറ്റേതിന് പല ബിഹേവിയറൽ ഇഷ്യൂസ് ആയിരിക്കാം, ബിഹേവിയറൽ പാരന്റിങ്ങിന്റെ പ്രശ്നമായിരിക്കാം, പാരന്റ്സ് കുട്ടിയെ മാനേജ് ചെയ്യുന്നതിനുള്ള പ്രശ്നമായിരിക്കാം. അങ്ങനെ പല ബുദ്ധിമുട്ടുണ്ട്. അതും നമുക്ക് ഇവിടെ റെഡിയാക്കി എടുക്കാൻ പറ്റും. പാരന്റിങ് ഒക്കെ ചില വീട്ടിലെ അന്തരീക്ഷത്തിൽ കുട്ടികൾക്ക് വരുന്ന മാനസിക പ്രശ്നങ്ങളും ഉണ്ടല്ലോ. തീർച്ചയായും അതും ഇവിടെ വന്നാല് മാറ്റിയെടുക്കാം. അതിന് പാരന്റ്സിന്റെ അടുത്തുനിന്നുള്ള ഒരു അപ്രോച്ചും കൂടി വളരെ വലിയ ഘടകമാണ്. അവരും കൂടി കോപ്പറേറ്റീവ് ആയാലും അന്തരീക്ഷമാണ് അല്ലെ, ജനിച്ചു വളരുന്ന അന്തരീക്ഷത്തിനനുസരിച്ച്. അത് ഏതാണ് ഇപ്പൊ നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡറുള്ള കുട്ടികളിലാണെങ്കിൽ അവരുടെ ബിഹേവിയർ നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ സെറ്റിംഗ്സിൽ അത് മാറണം. നമ്മൾ ക്ലിനിക്കൽ ഒരു ചെയ്തു, ക്ലിനിക്കിൽ നിന്ന് ആ കുട്ടി അടങ്ങിയിരിക്കുന്നുണ്ട്, ക്ലിനിക്കൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ വീട്ടിലെല്ലാം കുട്ടി ചെയ്യുന്നില്ല, അല്ലെങ്കിൽ സോഷ്യൽ സെറ്റിംഗ്സിൽ വീണ്ടും പഴയ പോലെ തന്നെയാണ് കാണിക്കുന്നത്. അപ്പൊ അത് സക്സസ് അല്ലാതെ. അപ്പൊ അതിന് നമുക്ക് പാരന്റിന്റെ കൃത്യമായിട്ടുള്ള കൗൺസിലിംഗ് വേണം, അവരുടെ കോപ്പറേഷൻ വേണം. ചിലര് ഇവിടുന്ന് അത് ക്ലിനിക്ക് വിട്ടല്ലോ, ഞാൻ അവര് അവിടുന്ന് റെഡി ആക്കട്ടെ എന്ന് പറയും. അതായത് വീട്ടിൽ നിന്ന് ഒന്നും ചെയ്യില്ല. അതേപോലെ കുട്ടിയെ പരിഗണിക്കുന്ന രീതിയൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഇതിനെ ബാധിക്കും. പാരന്റൽ എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം പിന്നെ സാറിനെ ആളുകളോട് പറയാനുള്ളത്, അതായത് വിദ്യാർത്ഥികളായിട്ടുള്ള അമ്മമാരോടും, ശരിക്കും അമ്മമാരെ തന്നെയാണല്ലോ നമ്മൾ പറയേണ്ടത്, എന്താണ് പറയാനുള്ളത്? അതായത് എങ്ങനെ കുട്ടികളെ മാനേജ് ചെയ്യണം? അതൊരു ഘടകമാണല്ലോ നമ്മുടെ കുട്ടികളോട്. ഇന്നത്തെ സമൂഹത്തിൽ ജീവിക്കുന്ന കുട്ടികൾക്കുള്ള ഒരു അവയർനെസ് എന്താണ് എന്നുള്ളത്. ഒന്ന്, കുട്ടികളെ മാനേജ് ചെയ്യുമ്പോൾ അവരുടെ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അവരെ കുറ്റപ്പെടുത്തുക, അവരുടെ കുറ്റങ്ങൾ കണ്ടെത്തുക. അതേപോലെ തന്നെ ഓവർ പാമ്പറിങ്ങും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഓവർ പാമ്പറിങ് ചെയ്യാതെ അവരുടെ പോസിറ്റീവ് ആയിട്ടുള്ളത്, ഇപ്പൊ ഒരു കുട്ടി ചെയ്യുന്നതിൽ പോസിറ്റീവ് മാത്രം കണ്ടെത്തതിനെ അപ്രീഷിയേറ്റ് റിവാർഡ് ചെയ്യാന്നാണ് നമ്മൾ പറയുന്നത്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ചെയ്യുക, അല്ലാതെ ആ കുട്ടിയുടെ നെഗറ്റീവ്സ് മാത്രം കണ്ടെത്തുക എന്നുള്ളത് ഒരു ശരിയായ രീതിയല്ല. അത് മാത്രം പറയുക എന്നുള്ളത്. പിന്നെ ആ കുട്ടിയുടെ ബിഹേവിയറിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ കൃത്യമായിട്ട് അതിൽ ഇടപെടാൻ വേണ്ടി ചെയ്യുന്നത്. ആ കുട്ടി അറ്റൻഷൻ ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണോ, എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി എന്തുകൊണ്ടാണ് ഈ കുട്ടി ബിഹേവിയർ കാണിക്കുന്നത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ
പിന്നെ എന്താ പറയുക നെഗറ്റീവ് അറ്റൻഷൻ ആവശ്യമുള്ള കുട്ടികളുണ്ടാവും. അവര് ചെയ്യുന്ന ബിഹേവിയർ ചിലപ്പോൾ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി വരും. പക്ഷെ അന്നേരം നമ്മൾ അടി കൊടുത്താലും അറ്റൻഷൻ ആണ്. അറ്റൻഷൻ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ബിഹേവിയർ അത് ഇമ്പ്രൂവ് ആവുകയുള്ളൂ അറ്റൻഷൻ കൊടുക്കുന്നത്. അത് നെഗറ്റീവ് അറ്റൻഷൻ ആണെങ്കിൽ നിങ്ങൾ അടിച്ചാൽ കുട്ടിക്ക് അറ്റൻഷനാണ്. അപ്പൊ കുട്ടിയുടെ ആ ബിഹേവിയർ കൂടും. അപ്പം കുട്ടി ഒരു ടാൻഡ്രം കാണിക്കുകയാണ് അല്ലെങ്കിൽ ഒരു വികൃതി കാണിക്കുകയാണ്, ആ വികൃതി അമ്മയുടെ അറ്റൻഷൻ കിട്ടാനാണ്. അപ്പൊ എന്താവും, അപ്പം അത് കൂടും. അടി കൊടുത്താൽ കൂടുക ചെയ്യാം. നമ്മളൊക്കെ അടി കൊടുത്താൽ കുറയുന്നു, പക്ഷെ കുറയില്ല, അത് കൂടുകയും. ശരിക്കും ആ കുട്ടിക്ക് എന്താ ചെയ്യേണ്ടത്, ഈ കുട്ടി അറ്റൻഷൻ അതിനുള്ള ഈ സീക്കിംഗ് ബിഹേവിയർ കാണിക്കുന്നതിന് മുന്നേ തന്നെ അമ്മയുടെ അറ്റൻഷൻ കിട്ടണം ആദ്യം. അത് കിട്ടാതെ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, കുട്ടി ബിഹേവിയർ ഒക്കെ കാണിക്കുന്നത്. പക്ഷെ അന്നേരം നമ്മൾ അറ്റൻഷൻ കൊടുക്കാൻ നിന്നാൽ ഈ ബിഹേവിയർ കൂടി. അതാണ് ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ വിദ്യാഭ്യാസം അതൊരു വലിയ ഘടകമാണല്ലോ. ഈ ഇതിൽ വരുന്ന മാനസിക പ്രശ്നങ്ങളുള്ള കുട്ടികളെ എന്തായാലും ഇവിടെ വന്നിട്ട് സാറുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കണം, ഇവിടെ കൊണ്ടുവരിക അല്ലെ. ഇവിടെ വന്നിട്ട് പറ്റുന്ന തരത്തില് ഈ ക്ലാസ്സിൽ നിന്നും അവർക്ക് ചെയ്യാൻ പറ്റുന്ന അത്ര സഹായങ്ങൾ അവർ ചെയ്തു തരും എന്നുള്ളത് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിൽ സാറിന് നന്ദിയുണ്ട്. ഓക്കെ, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.